കിളിക്കണ ചങ്ങാതി നിന്റെ ചെപ്പു തുറന്നൊന്നു കാട്ടൂലേ നിന്നിടതെന്താണ് അയ്യ നല്ല കുന്നിക്കൊരു മണി പൊന്മാല. എന്റെ ആടിന് വല്ലവരും കഞ്ഞോളം കൊടുത്തോ? പിന്നെ അകത്ത് നൂറോട്ടം പണിയുണ്ട്. പിന്നെ നിന്റെ ഒരാട്. എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാൻ വേണ്ടി. നിങ്ങൾ ആരും ഒന്നും ചെയ്യണ്ട. എന്റെ ആടൊന്ന് പറട്ടെ, അപ്പൊ കാണാം. വാ മോളെ. എന്താ ഇത്? ഇതെല്ലാം അനുവദിക്കുന്നല്ലോ. പൂച്ച, പിള്ളേര്, കോഴി, ആട്, കാക്ക, താറാവ്. ഓ, ആദ്യത്തിന് കണ്ടൊരു സ്ഥലം. എല്ലാത്തിനും ഞാനിത് ഭാഗമാക്കും. ഉമ്മ, ആ വടിയും തന്നെ എടുത്തോണ്ട് വാ. ഖദീജ, നമ്മുടെ ആടിനെ വിളി. ഞമ്മക്ക് ഈ വീട്ടിൽ അവകാശമില്ലെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ വാ പോകാം. എനിക്ക് ഈ വീട്ടിൽ വല്ല അവകാശമുണ്ടെന്ന് ഞാനും നോക്കട്ടെ. ഇന്ന് ഞാൻ ഖലീഫക്കാരെയും പിള്ളേരെ കെട്ടുവാൻ കുടിയിറക്കും. ഈ വീട്ടിൽ നിന്റെ ഒച്ച കേട്ട് പോകരുത്. നിന്റെ എന്നെ ഞാൻ താഴ്ത്തത്. ഹനീഫയും മറ്റേ എവിടെ പോയി താമസിക്കും? അവരെ ഹനീഫക്കാരെ എസ്റ്റേറ്റിൽ ഒരു വീടുണ്ടാക്കി താമസിക്കട്ടെ. അതിന് കണ്ടമാനം കാശ് വേണം. ഹനീഫക്കൊക്കെ മഹാ അർക്കീസ. ഒരുപാട് രൂപ വേണമെന്നേ. പോരാ. ആരും അറിയണ്ട. ആരും അറിഞ്ഞാ വഴക്കിടും. ഇനി എനിക്ക് വലിയക്കാക്ക പാടായിട്ടൊന്നും തരണ്ട. നമ്മുടെ ഖദീജയ്ക്ക് 2 കമ്മല് മതി. ഹനീഫ അറിയണ്ട, കൊച്ചിക്കായ അറിയണ്ട, അബു അറിയണ്ട, ഉമ്മായും അറിയണ്ട. കമ്മല് പെണ്ണിന്റെയോ പൊന്നിന്റെയോ? പൊന്നിന്റെ മതി. വല്ലവരോടും പറയുമോ? പരമ രഹസ്യമാക്കി വെക്കും. കമ്മലുടനെ വേണം. നോക്കട്ടെ. അബിക്കും സൈദ് മുഹമ്മദിനും പാത്തുക്കുട്ടിക്കും കൂടെ കൊടുത്തു. എന്റെ ഖദീജ പാവം, അവർക്ക് മാത്രം ഒന്നും കൊടുത്തില്ല. അതോട് ഓർമ്മ വേണം. വെള്ളിക്കാമ, രൂപയായിട്ട് ഇനി എനിക്ക് ഒന്നും തരണ്ട. പാത്രങ്ങൾ വാങ്ങിച്ചു തന്നാ മതി. അതിപ്പോ വേണ്ട. ഞങ്ങൾ മാറി താമസിക്കുന്ന മതി. ഈ വിവരം ഇത്താത്തയോട് പറയരുത്. ഇല്ല. ഉമ്മയോ? ഇതാണ് എന്റെ ഉമ്മ. വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേൽക്കും. തോടുകളിൽ കുതിർക്കാനിട്ടിരിക്കുന്ന ഓല വലിച്ചുകൊണ്ട് വന്ന് മെടയും. അത് കഴിഞ്ഞ് വീട്ടു ജോലി ആരംഭിക്കും. വീട്ടിലുള്ള എല്ലാവരെയും വേണ്ടതിനും വേണ്ടാത്തതിനും ഉമ്മ ശകാരിക്കും. അവളുമാർക്കൊന്നും അറിയില്ല. വീട് നോക്കാൻ ശീലിച്ചിട്ടില്ല. ഇതാണ് വീട്ടിലെ പെണ്ണുങ്ങളെ കുറിച്ച് ഉമ്മയുടെ അഭിപ്രായം. അവരെല്ലാം പഠിക്കട്ടെ. ഉമ്മ ഈ ഭരണം അങ്ങ് വിട്ടുകൊടുത്തേക്ക്. എന്തു പറഞ്ഞാലോ? നിനക്ക് വീടിനെ പറ്റി എന്തറിയാം? ഒറ്റാന്തടി മുച്ചാൻ വയറ്. പിന്നെ നീ ഒരു 10 രൂപ ഇനിതാ. അബ്ദുൽ ഖാദർ അറിയരുത്, ഹനീഫയെ അറിയരുത്, ആനമ്മയും പാത്തുമ്മയെ അറിയരുത്. കുഞ്ഞാനുമ്മ ഐശ്വര്യമ്മയെ അറിയുന്ന വല്ല വിരോധമുണ്ട്? കാരണമുണ്ടല്ല, ആരും അറിയണ്ട. ഞാൻ വന്നതിന് ശേഷം എത്ര തവണ രൂപ തന്നിട്ടുണ്ട്? പരസ്യമായി രഹസ്യമായി എത്ര രൂപ വാങ്ങിയിട്ടുണ്ട്? നീ ഒന്നും തന്നിട്ടില്ലെന്നല്ല ഈ പറയുന്നത്. പിന്നെന്താ പറയുന്നത്? എനിക്കിപ്പോ 10 രൂപയ്ക്ക് ആവശ്യമുണ്ട്. ഞാൻ തന്നതല്ലേ ഇവിടെ പോയി? അതൊക്കെ പറ. എല്ലാം അബ്ദുൽ ഖാദർ വാങ്ങിച്ചു. അവന് ഞാൻ വേറെ രൂപ കൊടുത്തിട്ടുണ്ടല്ലോ. ചട്ടൻ അവനി വരട്ടെ. അതൊക്കെ പറ. അബിയും പാത്തുക്കുട്ടിയും ചെന്ന് പറഞ്ഞു കൊടുക്കും. ഉള്ളൊരു രഹസ്യം ഞാൻ പറയാം. വേറെ ആരോട് പറയരുത്. എന്റെ പക്കലാകെ കൂടി ഇനി ഒരു 5 രൂപയുടെ നോട്ടുണ്ട്. വേറെ ടെമ്പിടി കാശ്.
അത് ഇങ്ങായിടും. പിന്നെ എന്തൊക്കെ ഉണ്ടുമ്മ വിശേഷങ്ങൾ? എടാ, എനിക്കിപ്പോ ഇത്രയും വയസ്സായി. എപ്പോഴാ മരിക്കണമെന്നറിയാമോ? എനിക്കൊരു മോഹമുണ്ട്. അതെന്തുവാ? നീ ഒരു പെണ്ണ് കെട്ടിയിട്ട് നിന്റെ ഊരന്ന് താമസിക്കും. എവിടെയെങ്കിലും അടങ്ങിയിരിക്കാമെന്ന് വിചാരിച്ചാൽ സമ്മതിക്കില്ല. പാത്തുമ്മ, ആനുമ്മ, ഓടിവാ ഓടിവാ. എന്റെ പെണ്ണിന്റെ ഇടയ്ക്ക് എടുക്ക ഒരു ചുവട്ടുകാരനെ വിളി. എന്താ ഉമ്മ ചോദിച്ചു കാണും. ആ ഇരിക്കുമ്മ. എടാ, പാത്തുമ്മയുടെ ആട് ഉടനെ പേറും. അത് പെറാവായോ? ആടിന് വല്ലതും കൊടുത്താ പറ്റേ? അതിന് കഞ്ഞെള്ളം കൊടുത്തതാ. ആ ഇതാ, ഇത് അതിന് കൊണ്ടുപോയി കൊടുക്ക. ആ ആനുമ്മ, ഇല്ല കൊണ്ടുവരുന്ന ആടേതാ? ഇതേതാണ്? ഇതെന്റേതാണ്. ഇത്താക്ക തന്നതാ. അപ്പോഴതോ? അത് ഇത്തേതാടാ. അത് ആനുമ്മയുടേതാടാ. പാത്തുമ്മയുടെ ആടിന്റെ മൂത്ത കുട്ടിയാ. അവൾ അതിനെ ഇവക്ക് കൊടുത്തു. ഈ കലം പൊട്ടിച്ചു. നെല്ലിക്കാക്ക, അത് ആനുമ്മയുടെ ആടായിരിക്കും. അല്ല, ഇത്താത്തയുടെ ആട് തന്നെയാ. മതിയടി മതി. വെള്ളിക്കാക്ക ഇരിക്കുന്നത് കണ്ടില്ലേ? നീ ഒന്ന് അടങ്ങി ഒതുങ്ങി ജീവിയില്. എന്റെ ആടാണ് നീ എങ്ങനെ അറിഞ്ഞു? അതൊന്ന് നീ പറഞ്ഞേ. ഞാൻ വെള്ളിക്കാക്ക അറിയാൻ പറയാണ്. ഇത്താത്തയുടെ ആട് വന്നാലുടനെ തന്നെ എന്റെ ആട്ടെ ഞാൻ അകത്തുകൊണ്ട് കെട്ടിയിടും. ഇത്താത്തയുടെ ആടെ എന്റെ ആടിനെ പുല്ല് കെട്ടി തിന്നും. ഞങ്ങളുടെ കപ്പ പൊട്ട് കെട്ടി തിന്നും. ഞങ്ങളുടെ കടും ചായത് കട്ട് കുടിക്കും. പിള്ളേർക്കാണ് ഒന്നും തിന്നാൻ കിട്ടുകയില്ല. എല്ലാം ഇത്താത്തൊരു ആട് തിന്നും. മതിയടി മതി. നിന്റെ കക്കാത്ത ഒരാട്. നിനക്ക് എവിടുന്നാ ആട്? അതിത്താത്ത തന്നതാണ്. എടി, ഈ ദുനിയാവിൽ എത്ര ഇത്താത്തമാര് അനുസരിച്ചമാർക്ക് ആടിനെ കൊടുക്കാറുണ്ട്? നീ അതൊന്ന് പറഞ്ഞേ. ഓ, എത്രയോ അനുശുദ്ധിമാർക്ക് ചേട്ടത്തിമാരാന കൊടുക്കുന്നു. പിന്നെയാ ഈ വിര പോലുള്ള ഒരാട്. വെള്ളിക്കാക്ക ഉള്ളത് നിന്റെ നല്ല കാലം അല്ലേ? നിന്നെ ഞാൻ വെച്ചേക്കോ? എടി, പടച്ചോല് നിരക്കാത്തൊന്നും പറയരുത്. എനിക്ക് രണ്ടാടുണ്ടായിരുന്നു. അതിലൊന്നിനെ എന്റെ പൊന്നനുസരിച്ച് നിനക്ക് തന്നു. നീ അതൊന്ന് ഓർത്തേ. അതെ, ഖദീജയുടെ കമലിന്റെ കാര്യം മറന്നോ? ഇല്ല. ആരും അറിയണ്ട. ഇക്കാക്ക രഹസ്യം പറഞ്ഞത് എന്താ? ഒന്നും പറഞ്ഞില്ലടി. ഇല്ല, എനിക്ക് മനസ്സിലായി. ഞങ്ങൾ അറിയാതെ ഇത്താത്തയ്ക്ക് എന്തോ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്.
ഇല്ലാത്ത മൂശേട്ടുകളാ ഇവിടെ. ഞമ്മക്ക് ഈ വീട്ടിൽ കാലെടുത്ത് കുത്തണ്ട. എന്റെ റബ്ബേ, അത് തന്നെ പൊന്നു തന്നെ. എന്താണ് വലിക്കാക്ക് കൊടുക്കാന്ന് പറഞ്ഞത്? എല്ലാവരും അറിഞ്ഞു. ഖദീജയ്ക്ക് 2 കമ്മലാണ് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞത്. ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? വലിക്കാക്ക, എനിക്കും വേണം 2 കമ്മല്. മതിയടി നിന്റെ കുശുമ്പ്. നിന്റെ പുത്തമ്പരയിൽ മാറി താമസിക്കുമ്പം വലിക്കാക്ക പാത്രങ്ങൾ മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടില്ലേ? ഞാനിതൊക്കെ അറിഞ്ഞിട്ടുണ്ടടി അനുസത്തി. ഈ രഹസ്യം പാത്തുമ്പ എങ്ങനെ അറിഞ്ഞു? പെണ്ണുങ്ങളുടെ കാര്യമല്ലേ. സ്ത്രീജനങ്ങളുടെ ഉള്ളുവെള്ളികൾ മണ്ടക്കടേശന്മാരായ പുരുഷവൃന്ദത്തിന് എന്തറിയാം? ഡൊങ്കു ഡൊങ്കു